പരമ്പരാഗത മണ്ഡലങ്ങളിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥികൾ വലിയ കുതിപ്പ് നടത്തുന്നു. അത് ശ്രദ്ധേയമാണ്. യു.ഡി.എഫിന്റെ പരമ്പരാഗത ഇടങ്ങളിൽ കോട്ടയമാവട്ടെ, ഇടുക്കിയാവട്ടെ, പത്തനംതിട്ടയാവട്ടെ, അവിടെ ലീഡ് നില വലിയ രീതിയിലേക്ക് വരുന്നു. ഇടുക്കി പ്രധാനമാണ്. എറണാകുളത്ത് ഈസി ആയിട്ട് പോവുകയാണ്. കോഴിക്കോട് പക്ഷേ യു.ഡി.എഫും എൽ.ഡി.എഫും തമ്മിൽ ടൈറ്റ് ഫൈറ്റ് നടക്കുകയാണ്. 280 വോട്ടുകൾക്കാണ് ഇപ്പോൾ യു.ഡി.എഫ് മുന്നിൽ. സജിത്ത് പറഞ്ഞതുപോലെ ഇടുക്കിയും എറണാകുളവും യു.ഡി.എഫിന്റെ തേരോട്ടം എന്ന് തോന്നിക്കുന്നു. കോട്ടയത്ത് പക്ഷേ ആ സ്ഥിതി കാണുന്നില്ല. വയനാട്ടിൽ യു.ഡി.എഫിന്റെ അതേ മുന്നേറ്റം തന്നെ നടക്കുകയാണ്. പരമ്പരാഗത സീറ്റുകളിൽ യു.ഡി.എഫ് മുന്നേറുന്ന കാഴ്ചയാണ്. അതേസമയം എൽ.ഡി.എഫിന് വടക്കൻ മേഖലകളിൽ വീഴ്ച ഉണ്ടാകുന്നു എന്നുള്ള സംശയം പോലും ഈ തപാൽ വോട്ടുകളിൽ ഉണ്ടാകുന്നു. ഇപ്പോൾ ഇവിഎമ്മിന്റെ റിസൾട്ടും വന്നു തുടങ്ങിയിരിക്കുകയാണ്. ഉത്തർപ്രദേശിന്റെ പുതിയ ചിത്രം വരുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഒരു മുന്നേറ്റ സൂചന എവിടെ ഉണ്ടാകുന്നുണ്ട്. ശ്രദ്ധിക്കുക. ഉത്തർപ്രദേശിന്റെ കണക്കിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് സ്ക്രീനിലേക്ക് ഉടൻ തന്നെ ഉത്തർപ്രദേശിന്റെ കണക്കുകൾ എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉത്തർപ്രദേശിന്റെ കണക്കുകൾ പുറത്തു വരുമ്പോൾ അവിടെ 51 സ്ഥലങ്ങളിൽ എൻ.ഡി.എ, ഉത്തർപ്രദേശിൽ 51 സ്ഥലങ്ങളിൽ എൻ.ഡി.എ, 21 സ്ഥലങ്ങളിൽ 23 സ്ഥലങ്ങളിൽ ഇന്ത്യ സഖ്യം. അതായത് 23 സ്ഥലങ്ങളിൽ തുടക്കത്തിൽ ഇന്ത്യ സഖ്യത്തിൽ ലീഡ് വരുന്നു. 51 ഇടങ്ങളിൽ മാത്രമാണ്. ശ്രദ്ധിക്കണം, കഴിഞ്ഞ തവണ 64 സീറ്റുകളാണ് എൻ.ഡി.എക്ക് അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 51 ഇടങ്ങളിൽ മാത്രമാണ് ലീഡ്. 21 സ്ഥലങ്ങളിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ചേരുന്ന ഇന്ത്യ സഖ്യം അവിടെ ലീഡ് ചെയ്യുന്നു എന്നത് എൻ.ഡി.എക്ക് തിരിച്ചടിയാണ്. രാജ്യത്തെ ഫലസൂചനകളിൽ നിർണായകവുമാണ്. 12 സീറ്റുകളിലാണ് യു.ഡി.എഫ് ലീഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ശശി തരൂർ വീണ്ടും ലീഡ് ചെയ്യുകയാണ്. ഇപ്പോഴും തരൂരിന്റെ ലീഡ് 300 എത്രയാണ് ഇപ്പോഴത്തെ തരൂർ 811 വോട്ടിന് മുന്നിൽ എന്നതാണ് ഏറ്റവും പുതിയ വിവരം. 811 വോട്ടുകൾക്ക് തരൂർ മുന്നിൽ. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി യു.ഡി.എഫ് 56 വോട്ടുകൾക്ക് മുന്നിൽ. അപ്ഡേറ്റ് ഇതാണ്. മലപ്പുറത്ത് ഇ.ടി. മുഹമ്മദ് ബഷീർ യു.ഡി.എഫ് മുന്നിലാണ്. എല്ലായിടത്തും ഇവിഎം എണ്ണി തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ഡീൻ കുര്യാക്കോസിന്റെ ലീഡ് 4324. ഈ കണക്ക് പരിശോധിക്കപ്പെടണം മഞ്ജുഷ്. 4324 എന്നത് ഒരുപക്ഷെ ഇവിഎം മെഷീനിൽ വരുമ്പോൾ വലിയ മാറ്റം ഉണ്ടായേക്കാം. അങ്ങനെയെങ്കിൽ യു.ഡി.എഫ് പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരു വിജയം തുടക്കത്തിലെ ലീഡിന് ശേഷം മുകേഷ്, എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി മുകേഷ് പുറകോട്ട് പോകുന്ന കാഴ്ചകൾ ഇപ്പോഴുണ്ട്. കൊല്ലത്ത് തുടക്കത്തിൽ ഒരു ചെറിയ കൗതുകമുണർത്തിയ ഫലമായിരുന്നു. മുകേഷ് ആയിരുന്നു ആദ്യഘട്ടത്തിൽ മുന്നിൽ നിന്നത്. കൊല്ലത്ത് ഇപ്പോൾ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി പുറകോട്ട് പോയിരിക്കുന്നു. പ്രേമചന്ദ്രന്റെ ലീഡ് നില ഓരോ നിമിഷവും വർദ്ധിച്ചു വരുന്നുണ്ട്. യു.ഡി.എഫ് 1332 വോട്ടുകൾക്ക് കൊല്ലത്ത് മുന്നിലാണ്. 1332 എന്ന കുതിപ്പിലേക്ക് യു.ഡി.എഫ് സ്ഥാനാർത്ഥി പ്രേമചന്ദ്രൻ എത്തുന്നു എന്ന പ്രധാനപ്പെട്ട കണക്ക് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. അതാണ് സാഹചര്യം, അതാണ് ചിത്രം. ദേശീയ തലത്തിലുള്ള ചിത്രം വേഗത്തിൽ ഒന്നുകൂടെ നോക്കാം. 297ലേക്ക് എൻ.ഡി.എയുടെ ലീഡ് നില മാറുന്നു. സീറ്റുകളുടെ എണ്ണം 297. ഇന്ത്യ മുന്നണി 161. ഉത്തർപ്രദേശിന്റെ ചിത്രത്തിൽ മാറ്റമുണ്ടായില്ലെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എൻ.ഡി.എ 53ഉം ഇന്ത്യ മുന്നണി 24 ഉത്തർപ്രദേശ് എന്ന ഹിന്ദി മേഖലയിൽ ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രത്തിൽ ഫൈറ്റ് ചെയ്യുന്നു എന്ന ചിത്രം ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യമാണ്. 77 ലീഡ് വരുമ്പോഴാണ് ബി.ജെ.പിയോടൊപ്പം അല്ലെങ്കിൽ പകുതി പിടിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ് ഇന്ത്യ സഖ്യത്തിന്. ഉത്തർപ്രദേശിൽ അതിപ്പോൾ കാണുകയും ചെയ്യുന്നുണ്ട്. അതേസമയം കർണാടകത്തിലും കോൺഗ്രസിൽ 5 സീറ്റുകളിൽ ലീഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വലിയ പ്രത്യേകതയാണ്. ഇന്ത്യ 161 സീറ്റുകൾ ഇന്ത്യ സഖ്യം മുന്നേറുന്നു. അതിൽ 57 സീറ്റുകൾ കോൺഗ്രസിനുണ്ട് എന്നുള്ളതാണ്. 57 സീറ്റുകളിൽ കോൺഗ്രസിന് മുന്നേറ്റമുണ്ട്. 161 ഇടത്താണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം ലീഡ് ചെയ്യുന്നത് എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ഒരു സഖ്യം എന്ന നിലയിൽ അത് ഗുണം ചെയ്തു എന്നതിന്റെ പല സൂചനകൾ കൂടി പുറത്തു വരുന്നു. ഇന്ത്യ സഖ്യത്തിന് കൂടി ഉണർവാകുന്ന ഫലമാണ് തുടക്കത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നൽകാനുള്ളത്. അതാണ് ചിത്രം. ദേശീയ തലത്തിൽ അതാണ് ചിത്രം. ഇന്ത്യ മുന്നണി പിന്നിലാണെങ്കിലും ഫൈറ്റ് ചെയ്യുന്നു എന്ന സൂചനയുണ്ട്. ഒരുപക്ഷെ തപാൽ വോട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ചിത്രത്തിൽ മാറ്റമുണ്ടായേക്കാം. ഇവിഎം മെഷീനുകളിലേക്ക് വരുമ്പോൾ ചിത്രത്തിൽ മാറ്റമുണ്ടായേക്കാം. കാത്തിരിക്കുക. ഇപ്പോൾ സമയം 8:43. അല്പസമയത്തിനുള്ളിൽ 10 മിനിറ്റോടെ കഴിഞ്ഞാൽ ആദ്യ റൗണ്ട് മുഴുവനായിട്ടും കിട്ടും. 98 ബൂത്തുകളിലെ ഫലം ഓരോ മണ്ഡലത്തിലും ആദ്യ റൗണ്ട് കിട്ടും. അല്പസമയത്തിനകം കിട്ടും. വയനാട്ടിൽ ഇപ്പോൾ 1778 വോട്ടുകൾക്കാണ് രാഹുൽ ഗാന്ധി മുന്നിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ആലത്തൂരിൽ യു.ഡി.എഫ് ആണ് മുന്നിൽ. പാലക്കാട് എൽ.ഡി.എഫിനാണ് മുന്നിട്ട് നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പോഴും തരൂരാണ് മുന്നിൽ. തരൂർ ഇപ്പോഴും തിരുവനന്തപുരത്ത്, മലപ്പുറത്തും പൊന്നാനിയിലും പ്രതീക്ഷിച്ച പോലെ തന്നെ യു.ഡി.എഫ് ആണ്. 7 സീറ്റിലാണ് എൽ.ഡി.എഫിന്റെ ലീഡ്. ഇപ്പോൾ ബാക്കി 13 ഇടത്തും യു.ഡി.എഫ് ആണ്. ബി.ജെ.പി ഒരിടത്തും ലീഡ് ചെയ്യുന്നില്ല. തൃശ്ശൂരിൽ ഇപ്പോൾ എൽ.ഡി.എഫ് ആണ് ലീഡ്. തിരുവനന്തപുരത്ത് യു.ഡി.എഫും ആണ്. ബി.ജെ.പി ഇപ്പോൾ ഒരു സ്ഥലത്തും ലീഡ് ചെയ്യുന്നില്ല. 13-7 13 യു.ഡി.എഫ്
7 LDF എന്നതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. മുകളിലത്തെ ആ കണക്ക് നോക്കേണ്ട. ഇപ്പോൾ BJP ഒരിടത്തും ലീഡ് ചെയ്യുന്നില്ല. ദേശീയ തലത്തിലെ ശ്രദ്ധേയമായ ഫലം പുറത്തു വരുന്നുണ്ട്. ദേശീയ തലത്തിൽ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം മഹാരാഷ്ട്രയിലെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. കാരണം 24 ഇടങ്ങളിൽ മഹാരാഷ്ട്രയിൽ NDA സഖ്യം മുന്നിൽ, 21 ഇടങ്ങളിൽ ഇന്ത്യ സഖ്യവും മുന്നിൽ. അതായത് ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഈ 21-ൽ ശിവസേനയുടെ ഉദ്ധവ് വിഭാഗത്തിനാണ് ഏറ്റവും കൂടുതൽ മുന്നേറ്റമെന്ന് ശ്രദ്ധേയമാണ്. നമുക്കറിയാം ശിവസേനയെ പിളർത്തിയാണ് ഷിൻഡെ വിഭാഗം അപ്പുറത്ത് NDAക്കൊപ്പം പോയത്. പക്ഷേ ഇപ്പോൾ ഉദ്ധവ് വിഭാഗത്തിനാണ് ശിവസേനയുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്രയിൽ ലീഡ് നിലയിൽ മുന്നിലുള്ളത്. 24 NDA, 21 ഇന്ത്യ സഖ്യം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഫലസൂചന. അതാണ് ചിത്രം. കർണാടകയിലേക്ക് പോകുമ്പോൾ കർണാടകയിൽ കോൺഗ്രസിന് പ്രതീക്ഷിച്ച നേട്ടത്തിലേക്ക് വന്നിട്ടില്ല. പക്ഷേ 7 കോൺഗ്രസ് ഉണ്ട്, 19 BJP ആണ് എന്നതാണ് ചിത്രം. മധ്യപ്രദേശിൽ, കേരളത്തിൽ വരുമ്പോൾ ചില സ്ഥലങ്ങളിൽ കുറച്ച് തടസ്സം വന്നിട്ടുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് EVM-കൾ എണ്ണാൻ എടുത്തതാണ്. അതുകൊണ്ട് ഈ അടുത്ത ഫലം വരുന്നതിന് വേണ്ടി കുറച്ച് സമയം എടുക്കും അല്ലേ? അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്നാകും. ആദ്യത്തെ റൗണ്ടിന് മാത്രം കുറച്ച് താമസിക്കും. ഇനി ഫോക്കസ് EVM മെഷീനുകളിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ സർവീസ് വോട്ടുകളും പോസ്റ്റൽ വോട്ടുകളും കൗണ്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഇനി ഫോക്കസ് EVM മെഷീനിലേക്ക്. ഇനി EVM തപാൽ വോട്ടുകൾ എന്ന് പറയുന്നതല്ല, ഇനി നേരിട്ട് ലീഡ് നില മാത്രമേ പറയുകയുള്ളൂ. കാരണം EVM-ന്റെയും തപാൽ വോട്ടുകളുടെയും ഒക്കെ മിക്സ് ആണ് വരാൻ പോകുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ EVM-കൾ മാത്രമാണ്. കാരണം ഓരോ റൗണ്ടുകളും ഇനി പെട്ടെന്ന് എണ്ണുകയാണ്. അരമണിക്കൂറിൽ തന്നെ 2-3 റൗണ്ടുകൾ പൂർത്തിയാക്കാൻ കഴിയും ഇപ്പോഴത്തെ സംവിധാനം അനുസരിച്ച്. അതുകൊണ്ട് തന്നെ ആദ്യ റൗണ്ടിന്റെ താമസം മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് പെട്ടെന്ന് റിസൾട്ടുകൾ വരും. തിരുവനന്തപുരത്ത് അറിയാം 1037 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നത് തരൂരാണ്. UDF-നാണ് ലീഡ്. തിരുവനന്തപുരത്ത് ആദ്യ ലീഡ് നിലകൾ BJP-ക്ക് ഉണ്ടായാൽ മാത്രമേ തിരുവനന്തപുരത്ത് പിടിച്ചു നിൽക്കുവാൻ BJP-ക്ക് കഴിയുകയുള്ളൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ദേശീയ തലത്തിലേക്ക് ഒരിക്കൽ കൂടി വന്നാൽ ബംഗാളിൽ 19 21 മമതാ സഖ്യം മുന്നേറുമ്പോൾ 17 മാത്രമാണ് BJP-ക്ക് മുന്നേറ്റമുള്ളത്. NDA സഖ്യത്തിന് 53, 300-ലേക്ക് കടന്നിരിക്കുന്നു. NDA സഖ്യത്തിന്റെ ലീഡ് നില ഔദ്യോഗികമായി 300-ലേക്ക് വന്നിരിക്കുന്നു. 300-ന് മുകളിൽ സീറ്റുകൾ 300 സീറ്റുകളിൽ ലീഡ് ചെയ്യുകയാണ്. 171 സീറ്റുകൾ NDA, 171 സീറ്റുകൾ ഇന്ത്യ. 300 വലിയ ചിത്രമാണ്.